കുഴക്കാനോ പരത്താനോ ഒന്നും നിൽക്കേണ്ട. നമ്മുടെ ഈ റമദാനിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചായക്കടിയാണ്. ഇതിലേക്ക് 4 ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടി ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയൊക്കെ വേവുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് 3-4 പീസ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5 മുട്ടയാണ് ആവശ്യം. നമുക്ക് ആദ്യം ഇത് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അറിയാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും നല്ല ടേസ്റ്റാണ്. ഒരു പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറൊക്കെ നിറയും. അത്രയും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മുട്ടയൊക്കെ എല്ലാം ഇന്ന രൂപത്തിൽ മിക്സാക്കി എടുക്കണേ. ഇനി അടുത്തത് ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് 3-4 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നാൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഇപ്പം ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 4 പീസ് ബ്രെഡാണ്. അത് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാ സൈഡും ആകുന്ന രൂപത്തിൽ തന്നെ വെച്ച് കൊടുക്കണേ. ഇതിൻ്റെ സൈഡ് വശമൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടൊക്കെ വെച്ച് എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കണേ ഇതുപോലെ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇതുപോലെ നിരപ്പാക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. അതും എല്ലാ വശത്താകുന്ന രൂപത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ 4 പീസ് ബ്രെഡാണ് എടുത്തത്. അതും നമ്മൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന മുട്ടൻ്റേത് ഇതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. കുറേ സമയമൊന്നും എടുക്കില്ല. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ പിറകുവശം ആയി കിട്ടും. പിന്നെ മറ്റൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതും നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. ഇപ്പോൾ നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബ്രെഡ് കൊണ്ടുള്ള റെസിപ്പി റെഡിയായി കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്താലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.